രാധേ രാധേ. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ്, ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമല്ലാത്ത, പ്രശ്നങ്ങൾ നിറഞ്ഞ, വേണമെങ്കിൽ ഒരുപക്ഷെ ഡിവോഴ്സിലേക്ക് വരെ പോകാവുന്ന തരത്തിൽ ദാമ്പത്യ ബന്ധം താറുമാറാകുന്നത് ഏതൊക്കെ മാസങ്ങളിൽ, ഏതൊക്കെ തീയതികളിൽ ജനിച്ചവരുടേതാണ്. ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിവാഹം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ തീയതികളിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വിവാഹാലോചന തുടങ്ങുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ വെളുത്ത വാവിൻ്റെ അന്നും പാർവതീ ദേവിക്ക് ശക്തിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവരാർച്ചന നടത്തണം എന്ന് മാത്രവുമല്ല, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസവും അല്ലെങ്കിൽ മാസത്തിലൊരു ചൊവ്വാഴ്ച സുബ്രഹ്മണ്യന് നാരങ്ങാമാല കൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് നൊന്ത് സുബ്രഹ്മണ്യനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ചൊവ്വയും വെള്ളിയും ഭദ്രകാളിയുടെ അഷ്ടോത്തരം ചൊല്ലണം. ഭദ്രകാളി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് മാത്രവുമല്ല, നമ്മുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ നമുക്ക് പലതും ഒഴിവാക്കാൻ പറ്റും. പല സമയത്തും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമുക്കറിയാം, പൊതുവേ നമ്മുടെ ദാമ്പത്യം കുഴപ്പമുള്ളതാകേണ്ടതാണ് എന്ന് കരുതി നിങ്ങൾക്കിതിൽ നിന്ന് ഒഴിവായി പോകാനായി പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കേട്ടാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിലാണ് കുഴപ്പം വരുന്നത്. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നാളുകാർ പറ്റുമെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്താതെ ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിക്കുക. അതായത് ലക്ഷങ്ങൾ കൊടുത്ത് ഓഡിറ്റോറിയം എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തിയാൽ ആ ക്ഷേത്രത്തിലെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹവും കിട്ടും. ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തിയാൽ കുറേ പേര് വന്ന് ചുമ്മാതിരുന്ന് തിന്നു കൊഴുത്തു പോകും. അവർക്ക് സന്തോഷം എന്നല്ലാതെ ഒന്നുമില്ല. പണ്ടത്തെ കാലത്തൊക്കെ അമ്പലങ്ങളിൽ വെച്ചാണ് നടത്തിയിരുന്നത്. ഈ പറയുന്ന തീയതിക്കാർ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞുപോയി എന്നിരിക്കട്ടെ, കഴിഞ്ഞുപോയി എങ്കിൽ അപ്പോൾ വിവാഹം കഴിക്കാത്തവർ ഒരു കാര്യവും കൂടെ, കല്യാണ സമയം അടുക്കുമ്പോൾ നന്നായി ഒന്ന് ജാതക പൊരുത്തം നോക്കുന്നത് നന്നായിരിക്കും. ജാതക പൊരുത്തം നോക്കി പ്രത്യേകിച്ചും ഏതാണ് രാശ്യാധിപ പൊരുത്തം, വശ്യപ്പൊരുത്തം, യോനിപ്പൊരുത്തം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. രാശ്യാധിപ പൊരുത്തം, വശ്യപ്പൊരുത്തം, യോനിപ്പൊരുത്തം. അതിൽ ഈ വശ്യപ്പൊരുത്തം പരമാവധി ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് നടക്കും. ഇനി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നിരിക്കട്ടെ, വിവാഹം കഴിഞ്ഞുവെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഹരിപ്പാട്ട് നവഗ്രഹ ദമ്പതി ക്ഷേത്രമുണ്ട്. അപ്പം നിങ്ങൾ ഹരിപ്പാട്ടുള്ള നവഗ്രഹ ദമ്പതി ക്ഷേത്രത്തിൽ എത്തിയിട്ട്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ എതിർവശത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. അവിടെ ഓരോ നവഗ്രഹവും അവരുടെ ഭാര്യമാരുമായി ഇരിപ്പുണ്ട്. നിങ്ങൾ അവർക്ക് വസ്ത്രം വാങ്ങണം. അതതിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ കിട്ടും. അവർക്ക് വസ്ത്രം വാങ്ങിയിട്ട് ഈ വസ്ത്രം ക്ഷേത്രത്തിൽ കൊടുത്താൽ അവർ ഉടുപ്പിക്കും. എന്നിട്ട് നിങ്ങൾ 9 വലത്ത് വയ്ക്കുകയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല കൊടുക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞവർ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ഗോപീജന വല്ലഭായ സ്വാഹ എന്ന മന്ത്രം, ഓം ഗോപീജന വല്ലഭായ സ്വാഹ എന്ന മന്ത്രം എല്ലാ ദിവസവും നിങ്ങൾ 108 ഉരുവും ഗോവിന്ദ 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 എന്ന്
1008 ഉരുവും ഒരു ദിവസം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ എന്തുണ്ടായി പരിഹാരം കാണുന്നതാണ്. ഇനി ഏതൊക്കെ ദിവസങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ജാനുവരി മാസം 3-ാം തീയതി, 12-ാം തീയതി, 21-ാം തീയതി, 30-ാം തീയതി ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും തനിക്ക് ചേരാത്ത ഇണയായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാകാം. ജാനുവരി 4, 13, 22, 31 ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല വിട്ടുവീഴ്ചകൾ ചെയ്യണം. പ്രത്യേകിച്ചും സ്ത്രീയുടെ ഭാഗത്തു നിന്ന് നല്ല വിട്ടുവീഴ്ച ഉണ്ടാകണം. ജാനുവരി 7, 16, 25 ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരും നല്ല ജാതക പൊരുത്തം നോക്കിയേ എടുക്കാവൂ. പുരുഷന്റെ ഭാഗത്തു നിന്ന് അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകണം. ഫെബ്രുവരി മാസം 8, 17, 26 കണ്ണും പൂട്ടി പ്രണയബന്ധത്തിലൊന്നും ചാടരുത്. നന്നായിട്ട് ആലോചിച്ചുറപ്പിച്ച് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ആളിനെ വേണം എടുക്കേണ്ടത്. ഫെബ്രുവരി 8, 17, 26 അതേ കണക്ക് മാർച്ച് 7, 16, 25 തീയതികളിൽ ജനിച്ചവര്, മാർച്ച് 7, 16, 25 തീയതികളിൽ ജനിച്ചവര് ജാതി വിട്ടുള്ള കല്യാണത്തിനൊന്നും പരമാവധി പോകാതിരിക്കുക. കല്യാണത്തിന് മുമ്പ് നമ്മൾ പരമാവധി സംസാരിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് ചേർന്ന് പോകുന്നു എങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ മാർച്ച് 8, 17, 26 തീയതികളിൽ ജനിച്ചവര്, മാർച്ച് 8, 17, 26 തീയതികളിൽ ജനിച്ചവരും രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. പരമാവധി ജോലിയുള്ള ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ജോലിയുള്ള ഒരു പുരുഷനെയോ കെട്ടുക. ബിസിനസ്സുകാരെ കെട്ടുന്നത് ഒരു പരിധി വരെ മാർച്ച് 8, 17, 26 ഒഴിവാക്കുക. പിന്നെ ഏപ്രിൽ മാസം 5, 14, 23 തീയതികളിൽ ജനിച്ചവരാണ്. ഏപ്രിൽ 5, 14, 23 തീയതികളിൽ ജനിച്ചവരും നന്നായി ജാതക ചിന്ത ചെയ്തു വേണം വിവാഹം കഴിക്കുന്നതിന്. അതേ കണക്ക് തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പെങ്കിലും ഏറ്റവും അടുത്ത ക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ 6, 15, 24 തീയതികളിൽ ജനിച്ചവര് അവർ പലപ്പോഴും പതിവിലും നേരത്തെ വിവാഹം കഴിക്കാം. പതിവിലും നേരത്തെ വിവാഹം കഴിച്ചാൽ നിശ്ചയമായിട്ടും ആ ബന്ധം വലിയ കുഴപ്പത്തിൽ ചെന്ന് കലാശിക്കും. നിങ്ങൾ കുറച്ച് വൈകി വിവാഹം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേ കണക്ക് മെയ് 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർ വളരെ ശ്രദ്ധിക്കണം. മെയ് മാസം 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക രാശിയാണ്. അവർ 2 വിവാഹം വരെ കഴിച്ച് 2ഉം കുറവാകാം. 3ാമത്തെ വിവാഹം ഉറപ്പായിട്ടും സക്സസ് ആകും. ചിലരെ സംബന്ധിച്ചിടത്തോളം 2 വിവാഹം ഉറപ്പായിട്ടും കഴിക്കും. അപൂർവം ചിലര് ഒരു വിവാഹമേ കഴിക്കൂ എങ്കിലും എന്താ പറയേണ്ടത്, ഒരു മാനസിക ചേർച്ചയും ഇല്ലാതായിരിക്കും പോകുന്നത്. ഇനി ഈ 2 വിവാഹം കഴിക്കും, 3ാമത്തതേ വിജയിക്കൂ. ഇത് കേട്ടിട്ട് പേടിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, വിവാഹത്തിന് മുമ്പ് 41 ദിവസം ഏതെങ്കിലും ക്ഷേത്രത്തിൽ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് നിർമാല്യം തൊഴുകുമെങ്കിൽ അങ്ങനെ തൊഴുതാൽ ഈ 2 വിവാഹം എന്നുള്ളത് നമുക്ക് മാറ്റി ആദ്യത്തെ വിവാഹത്തിൽ തന്നെ സന്തുഷ്ടിയോടുകൂടി പോകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പരിഹരിക്കണം. നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തന്നാൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അതും കൂടെ അങ്ങ് പരിഹരിക്കണം. വല്ല ജന്മദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ മെയ് മാസക്കാരത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേ കണക്ക് മെയ് 5, 14, 23 തീയതികളിൽ ഇവരും വളരെ നേരത്തെ വിവാഹം ചെയ്യുകയും അത് കുഴപ്പത്തിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. ഇവരും അല്പം താമസിച്ച് വിവാഹം കഴിക്കുക. ജൂൺ മാസം 4, 13, 22 തീയതികളിൽ ജനിച്ചവര് നിങ്ങളുടെ ചിന്തകളുമായി, നിങ്ങളുടെ മൈൻഡുമായി, നിങ്ങളുടെ ആശയങ്ങളുമായി യോജിക്കുന്ന ഒരാളെ മാത്രമേ നിങ്ങൾ കണ്ടെത്താവൂ. നിങ്ങളുടെ ജീവിതം പലപ്പോഴും കുഴപ്പമാകുന്നത് തർക്കങ്ങൾ മുഖാന്തരമാണ്.
ഒരു കാരണവശാലും നിങ്ങൾ തർക്കങ്ങളിലേക്ക് പോകാതെ നോക്കുക. പിന്നെ ജൂൺ 7, 16, 25 തീയതികളിൽ ജനിച്ചവര്, ഇവരുടെ വിവാഹം പലപ്പോഴും തെറ്റിദ്ധാരണ മൂലമായിരിക്കും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. തെറ്റിദ്ധാരണകളാണ് നിങ്ങളെ കുഴപ്പത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് സംശയങ്ങളും മറ്റും ഒഴിവാക്കുക. പിന്നെ ജൂലൈ 6, 15, 24 തീയതികളിൽ ജനിച്ചവരും ഒരുപാട് നേരത്തെ വിവാഹിതരായി കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഒരല്പം താമസിക്കുന്ന, ഒരുപാട് വേണ്ട, ഒരല്പം താമസിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഓഗസ്റ്റ് മാസം 8, 17, 26 തീയതികളിൽ ജനിച്ചവര്, അവരെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ നന്നായി സംസാരിച്ച് മനസ്സ് തുറന്ന് നിങ്ങൾ രണ്ടും പരസ്പരം ചേർന്ന് പോകും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക. ഓഗസ്റ്റ് 9, 18, 27 തീയതികളിൽ ജനിച്ചവര്, ഓഗസ്റ്റ് 9, 18, 27 തീയതികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവര് നിരവധി പ്രണയ ബന്ധങ്ങളിൽ ചെന്നുപെടും. ഇത് പലതും അവർക്ക് യോജിച്ചതും ആയിരിക്കുകയില്ല എന്ന് മാത്രവുമല്ല, അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന തീരുമാനത്തിൽ പോയി കല്യാണം കഴിക്കും, അല്ലെങ്കിൽ പ്രണയ വിവാഹത്തിൽ ചെന്ന് ചാടും. അങ്ങനെ പ്രണയ വിവാഹം മുഖാന്തരം, പ്രണയം മുഖാന്തരവും ദുരിതം അനുഭവിക്കുന്നവരാണ് ഓഗസ്റ്റ് 9, 18, 27. ഇവർ ഒന്നുകിൽ വിവാഹം കഴിച്ചങ്ങ് കുഴപ്പത്തിൽ ചെന്ന് ചാടും, അതല്ലെങ്കിൽ അവർ ജീവിതകാലം മൊത്തം അവിവാഹിതരായി കഴിയും. ഇങ്ങനെ എന്തുകൊണ്ടും ഒരു പ്രശ്നമാണ് ഏതെന്ന് പറയുന്നത് ഓഗസ്റ്റ് 9, 18, 27. ഇവര് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് നന്നായി ജാതകപ്പൊരുത്തം നോക്കണം. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വശ്യപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, അതേ കണക്ക് യോനിപ്പൊരുത്തം, ഇത് മൂന്നും നിങ്ങൾ ഉണ്ടോന്ന് വളരെയധികം ഗൗനിക്കണം. പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹിതരാകാവൂ. മനസ്സിലായില്ലേ? ഇത് പിന്നെ പ്രണയങ്ങളൊന്നും നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ബാധിക്കാതിരിക്കണം. വിവാഹത്തിന് മുമ്പ് ഇവർക്ക് എന്തായാലും കുറച്ച് പ്രണയങ്ങളൊക്കെ കാണും. പിന്നെ ഓഗസ്റ്റ് 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർ, ഓഗസ്റ്റ് 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായി എപ്പോഴും ചേർച്ച കുറവായിരിക്കും. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഭാര്യ, ആണുങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു ഭാര്യ ആയിരിക്കില്ല വരുന്നത്. പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരാൾ നിങ്ങളുടെ സഹായത്തിന് വല്ലപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ജാതക ചിന്ത ചെയ്ത് ദൈവികമായ രീതിയിൽ പോയാൽ നിങ്ങൾക്കൊരു പരിധി വരെ ഒഴിവാക്കാനായി പറ്റും. അതേ കണക്ക് തന്നെ സെപ്റ്റംബർ 3, 12, 21, 30 തീയതികളിൽ വരുന്നവര്, അവരുടെ വിവാഹ അനുഭവം വളരെ വിചിത്രമായ അനുഭവമായിരിക്കും. ചിലപ്പോൾ അവരേക്കാൾ പ്രായക്കൂടുതലുള്ളവരെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ മക്കളുള്ളവരെ വിവാഹം കഴിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. സെപ്റ്റംബർ 4, 13, 22 ഇത് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ആയിട്ട് നല്ല യോജിക്കുന്ന, നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാകുന്ന ഒരു ഇണയം മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സെപ്റ്റംബർ 5, 14, 23 തീയതികളിൽ ജനിച്ചവര് നല്ലവണ്ണം വിട്ടുവീഴ്ചയ്ക്ക് രണ്ടു കൂട്ടരും അവിടെ തയ്യാറാകണം. തയ്യാറായാൽ മാത്രമേ ദാമ്പത്യം വിജയിക്കുകയുള്ളൂ. ഒക്ടോബർ 4, 13, 22, 31 തീയതികളിൽ ജനിക്കുന്നവര് നല്ല വിട്ടുവീഴ്ച ചെയ്താലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ അന്യോന്യം കലഹിച്ച് പലപ്പോഴും അത് ഡിവോഴ്സിലേക്ക് വേണമെങ്കിലും ചെന്നെത്താവുന്നതാണ്. ഒക്ടോബർ 7, 16, 25 വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. വളരെ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ഒരു പരാജയമായി തീരും. കഴിയുന്നത്ര നിങ്ങൾ സമാനമായ സൗന്ദര്യമുള്ളവർ, സമാനമായ സമ്പത്തുള്ളവർ അങ്ങനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് സമ്പത്തുള്ള ഒരാൾ, സമ്പത്ത് കുറഞ്ഞൊരാളെ ഇതിനകത്ത് വിവാഹം കഴിക്കരുത്. പിന്നെ നവംബർ 2, 11, 20, 29 നവംബർ 2, 11, 20, 29 അവർ മിക്കവാറും പ്രേമിച്ചാണ് വിവാഹം കഴിക്കുന്നത്.
ആ പ്രേമ വിവാഹം മിക്കവാറും പരാജയത്തിൽ ചെന്ന് കലാശിക്കാറുണ്ട്. ഇനി പ്രണയിക്കാതെ ചിലർ കല്യാണം കഴിക്കും, ഗ്രഹനിലയിലെ വ്യത്യാസം വെച്ചിട്ട്. അങ്ങനെ വരുന്നവർക്കും ദാമ്പത്യം കുഴപ്പമായി കാണുന്നുണ്ട്. പിന്നെ നവംബർ 6, 15, 24 തീയതികളിൽ ജനിച്ചവർക്ക് വിവാഹ ജീവിതം ഒരു ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. നവംബർ 6, 15, 24 തീയതികളിൽ ജനിച്ചവർക്ക് പലപ്പോഴും വിവാഹ ജീവിതം ഒരു വലിയ ദുരന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് 41 ദിവസം ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിർമാല്യം കണ്ടിന്യൂസ് മുടങ്ങാതെ ചെയ്യണം. അങ്ങനെ മുടങ്ങാതെ നിങ്ങൾ നിർമാല്യത്തിന് പോയിട്ട് പിന്നെ കല്യാണം കഴിച്ചാൽ ഒരു ദുരന്തവും ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കേട്ടുകൊണ്ടാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഡിസംബർ 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവരും നിങ്ങളുടെ മനസ്സിന് നല്ല ഇണങ്ങുന്നത് കല്യാണത്തിന് മുമ്പ് ശരിക്കും സംസാരിച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞ തീയതികളിൽ ജനിച്ചവരെല്ലാം കല്യാണത്തിന് മുമ്പ് 41 ദിവസം നിർമാല്യം തൊഴുതിട്ടാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ഈ കുഴപ്പങ്ങളൊക്കെ മാറിക്കിട്ടുകയും നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യും. ഇത് കേട്ടിട്ട് പേടിക്കണ്ട, ഇതൊരു മുന്നറിയിപ്പ് മാത്രം. ഞാൻ പറയാറുണ്ടല്ലോ, ഒരു തെങ്ങിൽ തേങ്ങ പഴുത്തു നിൽപ്പുണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് മാറി നടക്കാം. അത് നമ്മുടെ തലയിൽ വീഴില്ല, കുഴപ്പമുണ്ടാകില്ല. പക്ഷേ തേങ്ങ പഴുത്തു നിൽക്കുന്നു എന്ന് അറിയാത്തവൻ അവൻ്റെ കീഴിൽ നിന്ന് സംസാരിക്കും, തേങ്ങ അടന്ന് പതപ്പിന് വീഴും, അവിടെ തന്നെ അങ്ങ് സമാധിയാവുകയും ചെയ്യും. ഇതുപോലെ ഉള്ളൂ സംഭവം. ഈ പറഞ്ഞ തീയതിക്കാർ ഓർക്കുക, നിങ്ങളുടെ വിവാഹ ജീവിതം എന്ന തേങ്ങ പഴുത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു 41 നിർമാല്യം എടുത്തിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് വേണ്ടി പോകാനായി. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നല്ല ദാമ്പത്യം കിട്ടും. അങ്ങനെ കിട്ടട്ടെ. രാധാറാണി അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസീശ്വരി രാധികായേ സ്വാഹാം.